ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പ്രോബബിലിറ്റി എന്താണ്, അതിൻ്റെ കുറേ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മെയിനായിട്ട് വരിക കേട്ടോ. അപ്പം നമുക്കതിൻ്റെ ആ ചാപ്റ്ററിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായി ഞാൻ കുറച്ചൊരു എക്സാമ്പിൾസ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ എക്സാമ്പിളുടെ റിസൾട്ട് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഒന്ന് നമുക്ക് നോക്കാം. അപ്പം എ കാർഡ് ഇസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സ്. ഒരു സെറ്റ് ഓഫ് കാർഡ്സ് നിന്ന് ഒരു കാർഡ് എടുക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. എ ബോൾ ഇസ് ത്രോൺ ഇൻ ദ എയർ. ഒരു ബോൾ എടുത്തിട്ട് മേലോട്ടേക്ക് എറിഞ്ഞു. ഓക്കെ, അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്തത് എ കോയിൻ ഇസ് ടോസ്ഡ്. യെസ്, 5 horses run a race. A spoonful of table salt is added to a glass full of water. A student appears at an examination. Petrol is poured over fire. 6 faced die is rolled. അപ്പം ഇത്രയും എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇപ്പം നടത്തിയതെന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ എത്ര എണ്ണത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഷുവറായിട്ടും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം അല്ലേ. എ കാർഡ് ഇസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സ്. ഒരു കാർഡ് നമ്മൾ കുറേ എത്ര കാർഡ്സ് ഉണ്ടാവും? ഒരു വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടാവും? 52 കാർഡ്സ് ഉണ്ടാവും അല്ലേ. 52 കാർഡ്സിൽ ഏത് വേണമെങ്കിലും വരുന്നൂടെ? നമ്മൾ ഷഫിൾ ചെയ്തിട്ട് ഒന്ന് എടുക്കുവാണെങ്കിൽ ഏത് വേണമെങ്കിലും വന്നൂടെ? അപ്പം നമുക്കറിയില്ല, അതിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല അല്ലേ. ഓക്കെ, അടുത്തത് എ ബോൾ ഇസ് ത്രോൺ ഇൻ ദ എയർ. ബോള് എയറിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ എന്താണ് അവസ്ഥ? ഉറപ്പായിട്ട് അത് താഴെ വന്നില്ലേ, ഇറ്റ് വിൽ കം ഡൗൺ ടു ദ എർത്ത് അല്ലേ. അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് ഷുവറാണ്. ഇഫ് എ ബോൾ ഇസ് ത്രോൺ ഇൻ ടു ദ എയർ ഇറ്റ് വിൽ കം ഡൗൺ, ഉറപ്പായിട്ടും അല്ലേ. അപ്പം ദാറ്റ് ഇസ് ഷുവറിറ്റി ആൻഡ് യു നോ ദ ആൻസർ നൗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോയിൻ ഇസ് ടോസ്ഡ്. കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം, നമുക്ക് ഉറപ്പില്ല ഏതാ വരുന്നത് എന്നല്ലേ. അപ്പം അതിൻ്റെ റിസൾട്ടും അൺസർട്ടൺ ആണ്. നെക്സ്റ്റ്, 5 horses run a race. 5 horses run a race. 5 horses റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റേസിൽ. വിച്ച് വൺ വിൽ വിൻ? അറിയില്ല. മേ ബി ദ ഫാസ്റ്റസ്റ്റ് വൺ അല്ലേ. പക്ഷെ വിച്ച് വൺ ഇസ് ദ ഫാസ്റ്റസ്റ്റ് വി ഡോണ്ട് നോ. അപ്പം എനി 5 ആവാം. എ സ്പൂൺഫുൾ ഓഫ് ടേബിൾ സോൾട്ട് ഇസ് ആഡഡ് ടു എ ഗ്ലാസ് ഫുൾ ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ്സിൽ ഉപ്പിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ചാൽ ഫുള്ളായിട്ട് ഡിസോൾവ് ആയി പോവില്ലേ? സോ ദ ആൻസർ ഇസ് ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പാണ്, ഒരു സ്പൂൺഫുൾ ഓഫ് ടേബിൾ സോൾട്ട് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് അലിഞ്ഞു പോകും. ഇറ്റ് വിൽ ഡിസോൾവ്. ദ ആൻസർ ഇസ് ഷുവർ. അടുത്തത്, ഈ സ്റ്റുഡൻറ് അപ്പിയേഴ്സ് അറ്റ് എൻ എക്സാമിനേഷൻ. സ്റ്റുഡൻറ് എക്സാം എഴുതിയിട്ടുണ്ട്, പാസ്സാവാം പാസ്സാവാതിരിക്കാം അല്ലേ, അവിടെ നമുക്കറിയില്ല. ദ പെട്രോൾ ഇസ് പോർഡ് ഓവർ ഫയർ. പെട്രോൾ എടുത്ത് ഫയറിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇറ്റ് വിൽ ബേൺ, ഉറപ്പായിട്ടും ഇറ്റ് വിൽ ബേൺ. സോ ദ ആൻസർ ഇസ് ഷുവർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. പിന്നെ ഏതൊക്കെ ആൻസറാണ് നമുക്കറിയുന്നത്? എ സ്പൂൺഫുൾ ഓഫ് ടേബിൾ സോൾട്ട് ഇസ് ആഡഡ് ടു അറിയാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് എ ബോൾ ഇസ് ത്രോൺ ഇൻ ദ എയർ, അതും അറിയാം. ബാക്കിയൊന്നും അറിയില്ല അല്ലേ. അടുത്തത് എ 6 faced die is rolled. എ 6 faced die is rolled എന്ന് പറഞ്ഞാലോ ഒരു കട്ട അല്ലെ, ക്യൂബ് നമ്മൾ എറിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വരിക? ഒന്നുകിൽ 1 2 3 4 5 6 ആണ് ഡൈൻ്റെ മുകളിൽ. അതിൽ ഏത് ആൻസർ വരാം? 1 ആവോ 2 ആവോ? ദ റിസൾട്ട് ഈസ് അൺസർട്ടൺ. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് നമുക്കിപ്പോൾ ആരൊക്കെ മാത്രമുള്ളൂ റിസൾട്ട് ഷുവറിറ്റി ഉള്ളത്? എ ബോൾ ഇസ് ത്രോൺ ഇൻ ദ എയർ, അതിൻ്റെ ആൻസർ നമുക്കറിയാം. പിന്നെ എ സ്പൂൺഫുൾ ഓഫ് ടേബിൾ സോൾട്ട് ഇസ് ആഡഡ് ടു എ ഗ്ലാസ് ഫുൾ ഓഫ് വാട്ടർ, അതിൻ്റെ ആൻസർ അറിയാം, ഡിസോൾവ് ആകും. പെട്രോൾ ഇസ് പോർഡ് ഓവർ ഫയർ, അതിൻ്റെ ആൻസർ അറിയാം, നമുക്കത് കത്തുന്നു. ഓക്കെ, ബാക്കിയുള്ള ഒറ്റയൊന്നിൻ്റെയും, അതായത് ബാക്കിയുള്ള 5 എണ്ണത്തിൻ്റെയും ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല അല്ലേ. എക്സാക്ട്ലി വി കാൺ സേ ദ ആൻസർ. ദാറ്റ് മീൻസ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഈച്ച് ആൻഡ് എവ്രി വൺ അല്ലേ. ഒരു കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഹെഡ് വരാം, ടെയിൽ വേണം. ദർ ഇസ് എ ചാൻസ് ഓഫ് ബോത്ത്. ഒരു ക്യൂബ് ടോസ് ചെയ്യുകയാണെങ്കിലോ ദർ ഇസ് എ ചാൻസ് ഓഫ് 6 numbers. അപ്പോൾ അവിടെ അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞു. അപ്പോൾ സെർട്ടനിറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഈ സെർട്ടൺ അല്ലാത്ത കേസിൽ പക്ഷേ നമുക്ക് എല്ലാ ഓപ്ഷൻസും അറിയാം. അതായത് ഒരു കുട്ടി പരീക്ഷ എഴുതിയാൽ അതിൽ പാസ്സാവോ അല്ലെങ്കിൽ ഫെയിലാവോ, ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ടോട്ടൽ ഓപ്ഷൻസ് അറിയാം. അപ്പം ഇങ്ങനത്തെ കേസസ് നമ്മൾ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് chance of happening of an event where the result is uncertain is called probability, or otherwise in the face of uncertainty
we are attempting to give a quantification to the possibility of a certain outcome. അല്ലേ? അതായത് നമ്മുടെ ലൈഫിലും അതേപോലെ ഒരുപാട് തവണ നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്കറിയാം അല്ലേ, അതിൻ്റെ ഈ ബാറ്റിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ ബൗളിംഗ് ചെയ്യാനുള്ള ഒരു ചാൻസ് ടോസിങ് എ കോയിനിലൂടെ നമ്മൾ വിൻ ചെയ്യുമ്പോൾ ആ ക്യാപ്റ്റൻ ഉണ്ടാകുന്ന സന്തോഷം, അതേപോലെ ക്യാപ്റ്റൻ ഉണ്ടാകുന്ന സന്തോഷം മാത്രമല്ല നമുക്കറിയാം ഓരോരുത്തരും അവർ കളിക്കുമ്പം ജയിക്കുമോ, അവർ ബാറ്റിംഗ് ആണ് ഫസ്റ്റ് വന്നതെങ്കിൽ അവർ ജയിക്കുമോ, അല്ലെങ്കിൽ ബൗളിംഗ് ആണ് ഫസ്റ്റ് വന്നതെങ്കിൽ അവർ ജയിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇത്രത്തോളം പ്രാധാന്യമുണ്ട് ആ ചാൻസ് ഓഫ് വിന്നിങ് അല്ലേ, ടോസിങ് ദ കോയിനിൽ നമ്മളുടെ വിൻ ചെയ്യുക എന്നുള്ളത് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അങ്ങനെ വന്ന ഒരു തിയറി തന്നെയാണ് ഇത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വി ആർ ഗിവിങ് എ ക്വാണ്ടിഫിക്കേഷൻ, വി ആർ ട്രൈങ് ടു ഗിവ് എ ക്വാണ്ടിഫിക്കേഷൻ ടു ദ പോസിബിലിറ്റി ഓഫ് എ സർട്ടൺ ഇവൻറ്റ് അല്ലെങ്കിൽ സർട്ടൺ ഔട്ട്കം ഇൻ ദ ഫേസ് ഓഫ് അൺസർട്ടനിറ്റി. ഓക്കെ, അൺസർട്ടനിറ്റി ആണെന്ന് നമുക്ക് അറിയാം, പക്ഷേ അവിടെ ഒരു പോസിബിൾ ചാൻസ് ഉണ്ട്, കാരണം നമുക്ക് അതിൻ്റെ മാക്സിമം ഓപ്ഷൻസ് അറിയാം. അപ്പം അതിൽ ഏതൊക്കെ വരാം. ഇപ്പം അറ്റ് പ്രസന്റ് ഉള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇപ്പം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം കൊറോണ ആയിട്ട് നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണെന്ന് പറയാം അല്ലേ. ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് അൺലോക്ക്ഡൗൺ ആയിട്ട് മാറി, എന്നിട്ടും നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതൊക്കെ നമുക്കറിയാം. സ്കൂളാണെങ്കിൽ തുറക്കുന്നില്ല, കോളേജസ് ആണെങ്കിൽ തുറക്കുന്നില്ല. അപ്പോൾ എല്ലാം ഒരു അൺസർട്ടൺ കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം കൊറോണ വിൽ ഗോ വൺ ഡേ അല്ലേ. കൊറോണനെ നമ്മൾ തുരത്തും, ഈ ലോകത്തു നിന്ന് തന്നെ തുരത്തും ഒരു വാക്സിൻ കണ്ടെത്തിയിട്ട് അല്ലേ. നമ്മൾ സ്മോൾ പോക്സിനും അതേപോലെ പല അസുഖങ്ങൾക്കും ഇതേപോലെ വന്ന് ബുദ്ധിമുട്ടിച്ച ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മളിതുപോലെ ഒരു വാക്സിൻ കണ്ടെത്തിയിട്ട് നമ്മൾ തുരത്തി ഓടിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ നമ്മൾ ഇതിനും കണ്ടെത്തും നമുക്കറിയാം. പക്ഷെ ഫോർ ദ ടൈം ബീങ് നമുക്കതിപ്പം കണ്ടെത്തിയതിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം എഫക്റ്റീവാണ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഫോർ ദ ടൈം ബീങ്. ഓക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ നാളെ എന്തായാലും അവസാനിക്കുന്നുള്ളത് പറയാം. അതായത് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന് കൊറോണ വിൽ നോട്ട് ഗോ, കൊറോണ വിൽ ഗോ. അതിനെറ്റ്ലി വി വിൽ വിൻ അല്ലേ, പീപ്പിൾ വിൽ വിൻ. അപ്പം അത് എത്രയും പെട്ടെന്നാവട്ടെ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ സ്റ്റുഡൻറ് അപ്പിയേഴ്സ് ഇൻ എൻ എക്സാമിനേഷൻ, ഹി മേ പാസ്, ഹി മേ ഫെയിൽ, രണ്ട് ഓപ്ഷൻസ്. പിന്നെ കോയിൻ ഈസ് ടോസ്ഡ്, ഹെഡ് ടെയിൽസ്, ടു ഓപ്ഷൻസ്. വിച്ച് വൺ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ എന്നുള്ള രീതിയിലൊക്കെ വരുമ്പം അങ്ങനത്തെ കണക്കുകൾ എങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റിയിൽ. ഓക്കെ, ഈ കാർഡ് ഇസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സ്. 52 കാർഡ്സ് ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും ആവാം എന്നുള്ള ടൈപ്പ് ഓഫ് ഇതിനൊക്കെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, മാത്തമാറ്റിക്കലി എങ്ങനെ പഠിക്കും. ഓക്കെ, അതിൻ്റെ മോസ്റ്റ് ലൈക്ലി ആൻസർ എന്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ ദ ഫേസ് ഓഫ് അൺസർട്ടനിറ്റി വി ആർ അറ്റംപ്റ്റിംഗ് ടു ഗിവ് എ ക്വാണ്ടിഫിക്കേഷൻ ടു ദ പോസിബിലിറ്റി ഓഫ് എ സർട്ടൺ ഔട്ട്കം അല്ലേ. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഓരോ ടേംസ് നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കണം. അപ്പോൾ ഗാംബ്ലേഴ്സിനൊക്കെയാണ് ഈ പ്രോബബിലിറ്റീൻ്റെ ഉത്തരങ്ങൾ ശരിക്കും അല്ലെങ്കിൽ പ്രോബബിലിറ്റിനെ കൊണ്ട് ഗുണം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും വരുന്നുണ്ട്. ഇപ്പം കൊമേഴ്സ് ഫീൽഡിലാണെങ്കിലും ശരി, ഏത് ഫീൽഡിലാണെങ്കിലും ശരി, അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളൊരു കട നടത്തിയാൽ വിൻ ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക സക്സസ് ആവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇപ്പം കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രോബബിലിറ്റി. അത് നമ്മൾ കുറച്ച് കണക്കുകളിലേക്കാക്കി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിൽ ബിസിനസ്സുകാർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ കണക്കുകളിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് നാളെ നമ്മൾ ആ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ് ഞാൻ തുടങ്ങിയാൽ എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട് ഞാൻ അവിടെ വിൻ ചെയ്യാൻ എന്ന് നമുക്ക് ചിന്തിക്കാൻ, അതിനൊരു ഹെൽപ്പിംഗ്, ഒരു ബേസിക് ഒരു തോട്ടിന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ കുറച്ച് ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ടേംസ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, വാട്ട് ഈസ് പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എന്ത് പറയണം, പ്രോബബിലിറ്റി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ഗെയിംസ് ഓഫ് ചാൻസ്. അപ്പം പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ ഹെഡും ടെയിലും കണ്ടുപിടിക്കാനൊക്കെ തന്നെയായിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഗാംബ്ലേഴ്സ് ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം നമ്മളത് എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് എക്സ്പെരിമെൻറ്റും അതുപോലെ റാൻഡം എക്സ്പെരിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം.